നൈനാൻ വളപ്പിൽ രാഹുൽ സുരേഷ് തൊടും. നേരത്തെ നൈനാൻ വളപ്പിൽ രാഹുൽ പോയിരുന്നു. ആ നൈനാൻ വളപ്പ് എന്ന് പറയുന്നത് അർജന്റീനൻ ആരാധകരുടെ ഒരു ഹബ്ബാണ് എന്ന് ഉറപ്പായും പറയാം. രാഹുൽ സുരേഷ് ചേരുന്നു. രാഹുൽ, എന്തായാലും മെസ്സിയും ടീമും കേരളത്തിലേക്ക് എത്തും എന്ന കാര്യം ഉറപ്പിക്കാം. എന്താണ് ആരാധകരുടെ പ്രതികരണം? ഹാഷ്മി, മെസ്സിപ്പട കേരളത്തിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് വന്നിരിക്കുകയാണ്. ഒരുപക്ഷെ പുതുവർഷ സമ്മാനമായിക്കൊണ്ട് എന്നായിരിക്കും മത്സരം എന്ന കാര്യത്തിൽ അടുത്ത മാസം ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് മന്ത്രിയുടെ വാക്കുകളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. ഇവിടെ മെസ്സിപ്പട മാത്രമല്ല, അർജന്റീന ഫാൻസ് മാത്രമല്ല, ബ്രസീലിലെ അങ്ങനെ എല്ലാ ടീമിൻ്റെ ഫാൻസുകളുണ്ട്. ഒരുപക്ഷെ മെസ്സിപ്പടയ്ക്കായിരിക്കും ഏറ്റവും സന്തോഷമുള്ള കാര്യം. എങ്ങനെയാണ് പ്രതികരണം? ഇപ്പോൾ മന്ത്രിയുടെ പത്രസമ്മേളനം കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷമായിരിക്കുന്നുണ്ട്. ഏതായാലും അടുത്ത വർഷം അർജൻറ്റീന സീനിയർ ടീമിൽ മെസ്സി അടക്കം കേരളത്തിലേക്ക് വരികയാണ്. വളരെ സന്തോഷമുണ്ട്. എനാമൽ ഫുട്ബോൾ അസോസിയേഷൻ അവിടെ അഭിവാദ്യം അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ സിൽവർ ഗോൾഡ് സ്പോൺസർ ചെയ്യാൻ സാമ്പത്തിക പ്രയാസങ്ങളൊന്നും ഇല്ല എന്നതും കേട്ടത് വളരെ സന്തോഷമുണ്ട്. മറ്റത് ഇത്തിരി കോടിയാവും, വളരെ പ്രയാസമാണ്. ഇന്ത്യ മൊത്തത്തിൽ അത് താങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പോയ കേസാണ് നമ്മളെ കേരളം മിനിസ്റ്റർ കൊണ്ടുവന്ന. വളരെ സന്തോഷമുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കളിക്കാനുള്ള സ്റ്റേഡിയം വളരെയധികം പ്രയാസകരമാണ്. എന്നാലും എണ്ണത്തിൽ തുടങ്ങിയ സ്റ്റേഡിയമുള്ളൂ കേരളത്തിൽ. വളരെയധികം ബുദ്ധിമുട്ട്, എന്നാലും പ്രയാസങ്ങളൊക്കെ നിർത്തും. 1.5 മാസം കഴിഞ്ഞാൽ അതിൻ്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം വരും. മെസ്സിപ്പട എത്തുകയാണ്. നെയ്മർ പടയ്ക്ക് എന്താ പറയാനുള്ളത്? നല്ലൊരു അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. നമ്മളെ കേരളത്തിന് എന്താ പറയുക, ഒരു ആവശ്യം തന്നെയാണ്. പക്ഷേ പുലി ഇറങ്ങുന്നതെന്ന് പറയുന്നത് വെറുതെയാണ്. അർജന്റീന ആണ് ഇറങ്ങുന്നത്. ഒരു മെസ്സിയുടെ പേരിൽ മാത്രം ഒതുക്കി തീർക്കാനുള്ള ചേട്ടൻ ബ്രസീൽ ആരാധകനാണ്. പക്ഷേ ബ്രസീൽ ആരാധകനാണെങ്കിലും മെസ്സി വരുന്നതിൽ ഹാപ്പിയാണ് ബ്രസീൽ ആരാധക ചേട്ടൻ. അതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ്.